Hey, how's it going? ഞാൻ ബിസ്മയ. വെൽക്കം ടു സോൾ മാംഗോ പിക്കിൾ. ഞാൻ ഇന്നൊരു സ്വീറ്റ് ഡിഷായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കപ്പ് കേക്കാണ്. ഇവിടെ ഞാൻ ഓവനൊന്നും ഉപയോഗിക്കാതാണ് കപ്പ് കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് ഈ കപ്പ് കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇൻഗ്രീഡിയൻസ്: മൈദ 250 ഗ്രാം, പഞ്ചസാര പൊടിച്ചത് 1 കപ്പ്, കൊക്കോ പൗഡർ 2 ടേബിൾ സ്പൂൺ, മുട്ട 2 എണ്ണം, പാല് 3/4 കപ്പ്, വാനില എസൻസ് 1/2 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ 2 നുള്ള്, ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, നെയ്യ് ആവശ്യത്തിന്, സൺഫ്ലവർ ഓയിൽ 2 ടീസ്പൂൺ. അപ്പം ഞാനിവിടെ കപ്പ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി 4 സെറാമിക് കപ്പാണ് എടുത്തിരിക്കുന്നത്. സെറാമിക് കപ്പ് തന്നെ എടുക്കണം, ഇല്ലെങ്കിൽ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഈ കപ്പ് ഇതുപോലെ നമുക്കൊന്ന് നെയ്യ് ബ്രഷ് ചെയ്തെടുക്കാം. എന്നിട്ടിത് മാറ്റി വെക്കാം. നമുക്കിനി മുട്ടയുടെ വെള്ളയും മഞ്ഞക്കരും ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ 2 ബാറ്ററാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരെണ്ണം വാനിലയും ഒരെണ്ണം ചോക്ലേറ്റുമാണ്. മുട്ടയുടെ മഞ്ഞ ഞാൻ ചോക്ലേറ്റ് ബാറ്ററിനും മുട്ടയുടെ വെള്ളം ഞാൻ വാനില ബാറ്ററിനുമാണ് എടുത്തിരിക്കുന്നത്. നമുക്കാദ്യം വാനില ബാറ്റർ ഉണ്ടാക്കാം. അതിനായി ഞാനിവിടെ മുട്ടയുടെ വെള്ളം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുവാണ്. ഇതുപോലൊരു വിസ്ക് കൊണ്ട് നമ്മൾ കൈകൊണ്ട് തന്നെ ബീറ്റ് ചെയ്തെടുത്താൽ മതി, ബീറ്ററൊന്നും ഉപയോഗിക്കേണ്ട. അങ്ങനെ ഞാനിവിടെ നല്ലോണം പതഞ്ഞ് വരുന്ന രീതിയിൽ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ചിലവർക്ക് മുട്ടയുടെ ടേസ്റ്റ് ഇഷ്ടമായിരിക്കത്തില്ല. അപ്പം മുട്ടയുടെ ആ ഒരു ടേസ്റ്റ് പോകാൻ വേണ്ടി ഇതുപോലെ വാനില എസൻസ് ഇട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പം ഞാനിവിടെ എഗ് വൈറ്റ് നല്ലോണം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മൈദ ഇട്ട് കൊടുക്കാം. ഞാനവിടെ 250 ഗ്രാം മൈദയാണ് എടുത്തിരിക്കുന്നത്. അതിലെ പകുതി മൈദയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഒരു കപ്പ് പൗഡർഡ് ഷുഗറാണ് എടുത്തിരിക്കുന്നത്. അതിൽ പകുതി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് പാലൊഴിച്ച് നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഞാനിവിടെ ലംസ് ഒന്നും ഇല്ലാതെ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 നുള്ള് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തൊന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം ചേർത്തൊന്ന് ചെറുതായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചോക്ലേറ്റ് ബാറ്റർ തയ്യാറാക്കാം. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന മുട്ടയുടെ മഞ്ഞക്കരു ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന മൈദയുടെ ബാക്കി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. ഇനി നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തതിൻ്റെ ബാക്കി പൗഡർഡ് ഷുഗർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് പാലൊഴിച്ച് നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഞാനിവിടെ ലംസ് ഒന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 നുള്ള് ബേക്കിംഗ് സോഡയും ചേർത്തൊന്ന് നല്ലോണം ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ചോക്ലേറ്റ് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്കിതുപോലൊരു സോസ് പാൻ ചൂടാക്കാൻ വെക്കാം. എന്നിട്ട് അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി വെള്ളം തിളയ്ക്കുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും നമുക്ക് നേരത്തെ നെയ്യ് പരട്ടി വെച്ചിരുന്ന നമ്മുടെ കപ്പിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ആദ്യം ഞാൻ വാനില ബാറ്ററാണ് കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ എല്ലാ കപ്പിലും നമുക്ക് വാനില ബാറ്റർ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഞാൻ 4 കപ്പിലും വാനില ബാറ്റർ ഒഴിച്ചു കഴിഞ്ഞു. ഇനി അതിൻ്റെ മണ്ടയിലേക്ക് നമുക്ക് ചോക്ലേറ്റ് ബാറ്റർ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം.
അങ്ങനെ ഞാനിവിടെ 4 കപ്പും ഫില്ല് ചെയ്തെടുത്തു. ഒരുപാട് നിറച്ചങ്ങ് ഫില്ല് ചെയ്യരുത്, ഒരു ഇച്ചിരി ഗ്യാപ്പ് ഇട്ടേക്കണം മുകളിൽ. എന്നിട്ട് ഇതുപോലെ ഫോർക്ക് വെച്ച് താഴോട്ടൊന്ന് കുത്തി കൊടുക്കുക. എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റണം. അങ്ങനെ ഇവിടെ വെള്ളം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. വെള്ളം തിളച്ചതിന് ശേഷം വളരെ ലോ ഫ്ലെയിമിലാക്കണം. എന്നിട്ട് നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന കപ്പ് ഓരോന്നായി നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് അടച്ചു വെക്കാം. അടുപ്പനിൽ ഹോൾ ഉണ്ടെങ്കിൽ ഇതുപോലൊരു പേപ്പർ അവിടെ വെച്ച് കൊടുക്കണം, ആവി പോവാതിരിക്കാൻ വേണ്ടി. എന്നിട്ടൊരു 30 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് നമ്മുടെ കപ്പ് കേക്ക് ബേക്ക് ചെയ്തെടുക്കണം. ഒരു പകുതി സമയമാകുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ പറ്റും കേക്ക് ഇങ്ങനെ പൊങ്ങി വരുന്നത്. അപ്പോൾ ഇവിടെ 30 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കേക്ക് വെന്തോന്ന് നോക്കാം. ഇതുപോലൊരു കുത്തി വെച്ചിട്ട് അകത്തോട്ട് കുത്തി നോക്കിയാൽ മതി. കുത്തിയൊന്നും പറ്റിപ്പിടിച്ചിട്ടില്ലെങ്കിൽ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് എടുക്കാം. അപ്പം നമ്മുടെ കപ്പ് നല്ല ചൂടാണ്. നമുക്കിനി ഇതൊരു 20 മിനിറ്റ് ഒന്ന് തണുക്കാൻ വെയിറ്റ് ചെയ്യാം. 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നല്ലോണം തണുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കപ്പിലെ കപ്പ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എടുക്കാം. നല്ലോണം തണുത്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഈ കപ്പിൽ നിന്ന് നമുക്ക് ഈ കപ്പ് കേക്ക് വിട്ട് കിട്ടും. നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള കപ്പ് കേക്കാണ്. നല്ല അടിപൊളി ഷേപ്പിൽ വന്നിട്ടുണ്ട്. പകുതി ഭാഗം വാനിലയും പകുതി ഭാഗവും ചോക്ലേറ്റ് ആയിട്ട് നല്ല ഷേപ്ഡ് ആയിട്ടാണ് നമ്മുടെ കപ്പ് കേക്ക് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. പോരാത്തിന് നല്ല സോഫ്റ്റുമാണ്. ഈ കപ്പ് കേക്ക് ഇതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ബട്ട് ഞാനൊരു ചെറിയ ഡെക്കറേഷൻ കൊടുക്കുകയാണ്. ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ക്രീമാണ്. ഇതിൻ്റെ റെസിപ്പി തീർച്ചയായും ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്രീമാണ്. വീട്ടിൽ ക്രീം ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്കിപ്പ് ചെയ്യാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ഷുഗർ ക്യാൻഡിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ കിടിലൻ കപ്പിലെ കപ്പ് കേക്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. വളരെ ടേസ്റ്റാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്തിട്ട് കമൻറ്റ് അറിയിക്കണം. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ സ്വീറ്റ് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഇനി അടുത്തൊരു കിടിലം ഡിഷായിട്ട് വരുന്നിടം വരെ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.